ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എ എൻ ശംഷി, ARTO മോഹനൻ, കെ മാധവൻ, വേദിയുള്ള വിശിഷ്ട വ്യക്തികൾക്കും നടന്ന സദസ്സിലും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു. ഈ കണ്ണൂർ നഗരം എനിക്ക് കേരളത്തിലെ മറ്റേത് സ്ഥലങ്ങളെ പോലെ വളരെ സുപരിചിതമാണ്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ ഏകദേശം 40 വർഷത്തിലേറെയായി ഈ നഗരത്തിൽ ഷൂട്ടിങ്ങിനായി വരാറുണ്ട്. ധാരാളം സൗഹൃദങ്ങൾ എനിക്ക് കണ്ണൂരിലുണ്ട്. അതിലേറെയായി ഞാൻ അഭിമാനത്തോടെ നേടിയ ഇന്ത്യൻ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ എന്ന പദവി കേരളത്തിൽ ടെറിട്ടോറിയൽ ആർമി സ്ഥാപിച്ചത് മുതൽ 2020 വരെ അതിൻ്റെ ആസ്ഥാനം ഈ നഗരത്തിൽ തന്നെയായിരുന്നു. ആ സമയത്ത് ഞാൻ വളരെ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് കാലിക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എനിക്ക് ഏതാണ്ട് 40 വർഷത്തിലേറെയായി വലിയ സൗഹൃദമുള്ള ഒരു കുടുംബമാണ് കോഴിക്കോട്ടുള്ള ബേബി നടയും ബേബി മെമ്മോറിയൽ. കോഴിക്കോട്ടെ വളരെ പ്രസിദ്ധമായ ഒരു പ്രസ്ഥാനമാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന ജാവത്തുകയാണ്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ തൊഴിലും വളർച്ചയും അടുത്ത് നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 40 വർഷമായി ഡോക്ടർ ടി വി അലക്സാണ്ടറും അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രോഗ ശുശ്രൂഷയുടെ ഉയർന്ന മാനവ പാലിക്കപ്പെട്ട ഈ പ്രസ്ഥാനം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വർഷയുടെ ഭാഗമായിട്ടാണ് 1 വർഷം മുമ്പ് കണ്ണൂരിലും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ഈ പ്രസ്ഥാനം തുടങ്ങിയത് മുതൽ ഒരുപാട് രോഗികൾക്ക് ആശ്വാസമേകാൻ ഈ ഹോസ്പിറ്റലിന് സാധിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അറിയുന്നു. ഇതിനായി പ്രഗത്ഭരായ ഡോക്ടർമാർ, നഴ്സിംഗ് സ്റ്റാഫ്, മറ്റ് സപ്പോർട്ട് സ്റ്റാഫ്, ഒപ്പം ഏറ്റവും നൂതനമായ മെഡിക്കൽ സംവിധാനങ്ങൾ, അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെയുണ്ടെന്ന് ഞാൻ ആശംസിക്കുന്നു. ഇപ്പോൾ ഇതാ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഒന്നാം വാർഷികം ആഘോഷിക്കും. അതിൻ്റെ 2ാം ഘട്ടത്തിൻ്റെ വിപുലീകരണവും ഇന്ന് നടക്കുകയാണ്. ഈ ഹോസ്പിറ്റലിനോടൊപ്പവും ഡോക്ടർ അലക്സാണ്ടറിനോടൊപ്പവും ഞാൻ എപ്പോഴും ഉണ്ടെന്ന് ഞാൻ പറയുന്നു. ഇതേപോലെ ആശംസിക്കുന്നു, സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ 2ാം ഘട്ടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പറയുന്നു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് NABHA അക്രഡിറ്റേഷൻ കിട്ടിയ കാര്യം എന്നോട് അനൗൺസ് ചെയ്യുകയുണ്ടായി. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം പ്രവർത്തനം ആരംഭിച്ച് വെറും 1 വർഷം കൊണ്ടാണ് ഇത് നേടിയെടുത്തത്. അതിൽ മാനേജ്മെൻറ്റിൻ്റെയും എല്ലാ സ്റ്റാഫിൻ്റെയും വളരെ കഠിന അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അത് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുകൾ ചേർത്ത് സ്ഥാപിതമായ ഒരു ട്രസ്റ്റാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ. ആരോഗ്യവും വിദ്യാഭ്യാസവും ഈ ട്രസ്റ്റിൻ്റെ പ്രധാന പ്രവർത്തന മേഖലകളാണ്. അനവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ഇതിനോടകം ഞങ്ങളുടെ ട്രസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. ഇതിനായി ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ചില കോൺട്രിബ്യൂഷനായും ഡൊണേഷനായും CSR കൺട്രിബ്യൂട്ട് വെച്ചു. പിന്നെ ഒട്ടേറെ സഹോദരങ്ങൾ സ്വയം സേവകരായും ഈ ഉദ്യമത്തിൽ ട്രസ്റ്റിനോടൊപ്പം നിൽക്കുന്നു. ഇങ്ങനെ സേവനത്തിൻ്റെ പാതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രസ്റ്റായി വിശ്വശാന്തി ഫൗണ്ടേഷൻ മാറിയിട്ടുണ്ട്. വിശ്വശാന്തി ഫൗണ്ടേഷനിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുമായി ചേർന്ന് എല്ലിന് വൈകല്യമുള്ള ഭക്തരായ 25 കുട്ടികളുടെ സർജറി പൂർണ്ണമായും സൗജന്യമായി നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ച കാര്യം എന്നോട് അനൗൺസ് ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അവർക്ക് പൊതു ജീവൻ നൽകുന്ന ഒരു പദ്ധതിയാണ് സ്റ്റെപ്പ് ഫോർവേഡ്. ഒരു പടി മുന്നോട്ട്, സ്റ്റെപ്പ് ഫോർവേഡ് എന്നാണ് ഈ പ്രോഗ്രാമിൽ ഞാൻ പീഡിപ്പിക്കുന്നത്. പ്രമുഖ സർജനായ ഡോക്ടർ ഈശ്വർ പി ജമുനയുടെ നേതൃത്വത്തിൽ പീഡിയാട്രിക് ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നു. അവരുടെ മേൽനോട്ടത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ആശ്രിതർക്കും ആരംഭിക്കുന്നവർക്കും അഭിനയിക്കുന്ന ആദ്യകാലമായി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് കാണാം.
ഒരു ചെറിയ വീഡിയോ നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാനുണ്ട്. നമുക്ക് അതോടെ കാണാം.